ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മീൻ കറിയാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു മൺചട്ടി എടുത്ത് അടുപ്പിലേക്ക് വയ്ക്കുക. അത് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് വഴറ്റുക. ഇഞ്ചിയുടെ പച്ചച്ചുവയൊക്കെ മാറുന്നവരെ അതൊന്ന് ചെറുതായിട്ട് വഴറ്റുക. അതിനുശേഷം അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് വഴറ്റുക. രണ്ടും കൂടി നന്നായിട്ട് വഴറ്റുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവയൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റുക. അതിനുശേഷം ഒരു 2 പച്ചമുളക് എടുത്ത് അതിനെ കട്ട് ചെയ്ത് അതിലേക്ക് ഇടുക. അതും കൂടി ഇട്ട് വഴറ്റുക. അതിനുശേഷം ഒരു സവാള ചെറുതായിട്ടരിഞ്ഞ് ഇതിലേക്ക് ഇടുക. അതും കൂടി നന്നായിട്ട് വഴറ്റുക. നല്ല ഗോൾഡൻ കളർ നിറമൊന്നും ആവേണ്ട കാര്യമില്ല, നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. അതിനുശേഷം ഒരു ടൊമാറ്റോ ഇതിലേക്ക് അരിഞ്ഞ് ഇതിലേക്കിട്ട് അതും കൂടി വഴറ്റുക. അതിന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇനി മസാലകൾ ചേർക്കാം. 2 സ്പൂൺ മുളക് പൊടി ഇതിലേക്കിടുക. അതിന് ശേഷം ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇടുക. രണ്ടും കൂടി നന്നായിട്ട് വഴറ്റുക. മസാലയുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. നമ്മുടെ എരിവിനനുസരിച്ചാണ് മുളക് പൊടി ചേർക്കേണ്ടത്. പിന്നെ ഞാനിവിടെ ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി നന്നായിട്ട് ഇട്ട് വഴറ്റുക. കുറച്ച് സമയം ഇത് മസാല ഒന്ന് വഴറ്റിയെടുക്കണം, എന്നാലേ അതിൻ്റെ പച്ചച്ചുവയെല്ലാം മാറിക്കിട്ടുള്ളൂ. എല്ലാം കൂടെ അതിലേക്ക് പിടിക്കുന്നതിന് വേണ്ടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചാള നമുക്ക് പല രീതിയിൽ വയ്ക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫിഷാണ് ചാള എന്ന് പറയുന്നത്. ചാളയിൽ ധാരാളം omega-3 ഫാക്ടേഴ്സൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഒരു 3-4 കുടംപുളി ഞാൻ ഒരു തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം അതൊന്ന് വഴറ്റിയെടുക്കുക. കാൽസ്യമൊക്കെ കുറവുള്ള കുട്ടികൾക്കൊക്കെ ഈ ചാള കൊടുക്കുന്നത് നല്ലതെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അത്രയ്ക്ക് ഗുണങ്ങളുള്ള ഒരു ഫിഷാണ് ചാള. അതിന് ശേഷം തിളച്ച വെള്ളം വലിയൊരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം അത് അടച്ച് വെച്ച് തിളപ്പിക്കുക. ഒരു 2-3 മിനിറ്റ് വരെ നന്നായിട്ട് തിളപ്പിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ 1 സ്പൂണ് ഉപ്പുപൊടി ഇട്ട് കൊടുത്തു, അത് കാണിക്കാൻ വിട്ടുപോയി. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നല്ല വൃത്തി തിളച്ചതിന് ശേഷം ഇതിലേക്ക് വേണം ഇനി മീനിട്ട് കൊടുക്കാനായിട്ട്. കുറച്ച് മീനെടുത്ത് വറുക്കാനായിട്ട് മാറ്റി വെച്ച് ബാക്കി മീനാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എല്ലാ മീനും ഇട്ടതിന് ശേഷം ഒന്ന് തവി കൊണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് അതിനെ വേവിക്കുക. പുളിയും ഉപ്പും എല്ലാം മീനിലേക്ക് പിടിക്കുന്നതിന് വേണ്ടി അതിനെ നന്നായിട്ട് വേവിക്കുക. ബാക്കി മീനിനെ ഞാൻ മാറ്റി വെച്ചേക്കാം.
നന്നായിട്ട് തിളച്ചതിന് ശേഷം ഉപ്പും പുളിയൊക്കെ ഉണ്ടാകുന്ന നോക്കുക. ഉപ്പ് പോരുന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുക. ഞാനിവിടെ ഉപ്പ് പോരാത്തതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചു. അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക. മീനിന് നല്ലൊരു മണം കിട്ടുന്നതിന് വേണ്ടിയാണ് ഉലുവാപ്പൊടി ചേർക്കുന്നത്. ഇവിടെ സ്വാദിഷ്ടമായ മീൻ കറി തയ്യാറായിരിക്കുന്നു. ചാളമുളകിട്ടത് തയ്യാറാക്കി കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെയധികം നല്ല ടേസ്റ്റാണ്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാം. ഇതിൻ്റെ മീതെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ചാള മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.